ഇന്ന് സൺഡേ കേട്ടോ. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഒരു കുക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലി ചിക്കൻ ഡേ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കോൺഫ്ലവർ അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതൊക്കെ ബാച്ചാക്കി ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട. ചിക്കൻ എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് ഇരുന്നാലാണ് ചില്ലി ചിക്കനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ചില്ലി ചിക്കന് ചെറിയ പീസസാണ് നല്ലത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ വലിയ പീസസായിട്ടാണ് കട്ട് ചെയ്ത് കിട്ടിയായിരുന്നത്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണയില്ല, വെളിച്ചെണ്ണയല്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തേക്കണത്. അപ്പോൾ ആ സൺഫ്ലവർ ഓയിൽ 2 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ബ്രൗണും കളറൊന്നും ആവണ്ട കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞ് എടുത്തേക്കുന്ന സവാളയും പിന്നെ ക്യാപ്സിക്കവും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്തിരി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കാവണത് എപ്പോഴാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നമുക്ക് ഒരിക്കലും ആവാൻ പറ്റില്ല എന്ന് തന്നെയാണ്. കാരണം എൻ്റെ വീട്ടിലൊരു 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 ടേസ്റ്റ്, 4 ഇഷ്ടങ്ങൾ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ 4 പേരുടെ ഇഷ്ടങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു സാധനം കുക്ക് ചെയ്യണ സമയത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് സക്സസ് ആവാൻ പറ്റും. ആ സമയത്ത് ഈ ഒരു ഫുഡ് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ 100% ഞാൻ കുക്ക് ചെയ്ത് സക്സസ് ആയ ഒരു സാധനം ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല. കാരണം അവരുടെ വീട്ടിലെ രീതി, ശീലങ്ങൾ, ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് എല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവിടെ ഫ്ലോപ്പായി പോകും. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള കുരുമുളകിൻ്റെ പൊടി ഇട്ടാൽ. അപ്പോൾ വേറെ എരിവിന് വേണ്ടി ഞാൻ പച്ചമുളകൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, കുരുമുളകിൻ്റെ പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ ചിക്കൻ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് പിന്നെ ഒരു 2 സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോറിൻ്റെ അളവ് കൂടാണ്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ ഫൈനലി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല, ഉപ്പിൻ്റെ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അപ്പോൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഉപ്പ് നോക്കുക. കാരണം നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത സോയ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്പോൾ ഉപ്പിടാൻ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കണ സമയത്ത് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി വെതറി നല്ലോണം ഇളക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് മൂടി വെച്ചാൽ ഉപ്പ് കറക്റ്റ്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ.